നമസ്കാരം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് കെമ്മൻകുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ സ്പോട്ടിലാണ്. കർണാടകയിലെ കെമ്മൻകുടി, ചിക്മംഗ്ലൂരിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ. കെമ്മൻകുടിയിലെ ഏറ്റവും ഹിൽ സ്റ്റേഷനിലെ ഏറ്റവും ടോപ്പിലാണ് ഞാനുള്ളത്. അപ്പൊ നമ്മള് ഇങ്ങോട്ടേക്കൊക്കെ ടൂർ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം ഫുൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വരുന്ന വഴിയിൽ ഒരു വാട്ടർഫാൾ ഉണ്ട്, അതിനകത്ത് കയറരുത്. നേരെ കെമ്മൻകുടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് പോയിന്റിലേക്ക് ഒരു 3 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. ഏകദേശം ഒരു ഫുൾ ഡേ നമുക്ക് ഇവിടെ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപരിചയിച്ച സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നവർക്കുള്ള അടിപൊളി ഒരു സജഷൻ ആണ്. ഇപ്പൊ അതാ ഇതിന്റെ പുറകിലൊക്കെ കിട്ടിയില്ല വ്യൂ ഏറ്റവും ടോപ്പിലാണ്. മൊത്തം കോട വന്നിട്ട് എല്ലാ വ്യൂവും മറിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കാണാൻ നോക്കില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ അതാ താഴേക്ക് മൊത്തം മറക്കുക. ഞാന് ഇതാ തിരിച്ച് ഇറങ്ങാണ്. ഇത് കഴിഞ്ഞത് അങ്ങോട്ടേക്കുള്ള വഴിയാണിത്. കെമ്മൻകുടി ഹില്ലിൽ ഏറ്റവും ടോപ്പിലേക്കുള്ള വഴിയാണ്. നമ്മളൊരു ഡെഡ് എൻഡ് ഉണ്ട്. കെമ്മൻകുടി റോഡിലേക്ക് വന്നാൽ ഒരു ഡെഡ് എൻഡ് ഉണ്ട്. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിനിടയ്ക്ക് ഒരു അബ്ബേ വാട്ടർഫോളിലേക്കുള്ള ഒരു ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. ഏകദേശം 10 കിലോമീറ്റർ പോകണം എന്നാ പറഞ്ഞത്. അത് ഞങ്ങൾ പോയിട്ടില്ല. അബ്ബേ വാട്ടർഫോളും കിടിലനാന്നാ പറഞ്ഞിരിക്കുന്നത്. അത് വരുന്ന വഴിയിൽ നമുക്ക് അവിടെ സ്പോട്ട് ഉണ്ട്. ഒരു രക്ഷയില്ല. കിട്ടില്ല, കാറ്റായിരുന്നു. ഇവിടെ നല്ല തണുപ്പ്, നല്ല കാറ്റ്. എല്ലാ വ്യൂവും നല്ല അടിപൊളി വ്യൂസ് ഒക്കെ ആയിരുന്നു. എല്ലാ വ്യൂവും കോട വന്ന് വന്നിട്ടുണ്ട്. തലയിലൊക്കെ ഫുള്ള് നനഞ്ഞ് ഫാമിലി ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മള് അധികം ട്രക്കിങ്ങിനൊന്നും പോകാതിരുന്നേ. ഫാമിലി 3 കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ചെറിയ നമ്മളെ അയിനു ബേബി ഉള്ളതിനോട് നമ്മൾ അങ്ങനെ ട്രക്കിങ്ങിലേക്ക് പോയിട്ടില്ല. ഇവിടെ ഒരു റോക്ക് ഗാർഡൻ ഉണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട്. മൊത്തം കോട നടക്കില്ല. ഈ കെമ്മൻകുടി ഹിൽ സ്റ്റേഷനിലേക്ക് വരുന്നവര് ഒരു ഉച്ചക്ക് മുന്നേ വന്നു കഴിഞ്ഞാല് ഒരു വൈകുന്നേരം 2 മണി 3 മണി 4 മണി നമുക്ക് തിരിച്ചിറങ്ങാം. രാവിലെ വന്നു കഴിഞ്ഞാല് രാവിലെ വരുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് ശേഷം അതാണ് അവസ്ഥ. ഓക്കെ, ഇതാ കെമ്മൻകുടിയിലുള്ള ഒരു പ്രതിമയാണ്. ഹിസ് ഹൈനസ് രാജശ്രീ മാൽ നൽവാടി കൃഷ്ണരാജ വാദ്യാർ, മഹാരാജ ഓഫ് മൈസൂർ ആൻഡ് ഫൗണ്ടർ ഓഫ് ശ്രീ കൃഷ്ണ രാജേന്ദ്ര ഹിൽ സ്റ്റേഷൻ. ഈ ഹിൽ സ്റ്റേഷൻ കണ്ടുപിടിച്ച ആളതാ, പ്രതിമയാണ്. ഇതാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ചിക്മംഗ്ലൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഹിൽ സ്റ്റേഷൻ നമ്മള് കർണാടകയിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. ഇത് നമ്മളെ തിരിച്ചിറങ്ങാണ്. കെമ്മൻകുടി വ്യൂ പോയിന്റ് നിന്ന് തിരിച്ചിറങ്ങാണിതാ. ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. ഫുള്ള് കോടയാണ്. താഴേക്കുള്ള ലോങ് വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ട്. ഇപ്പൊ വരുന്നവര് ഉച്ചക്ക് മുന്നേ വന്നു കഴിഞ്ഞാല് ഇരുളാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളൊക്കെ ഇച്ചിരി മോശമാണ്. ഇപ്പൊ ചെറിയ വഴിയാണ്. ഇപ്പൊ നമ്മളിതായി കാണാൻ പോകുന്നതാണ് അബ്ബേ വാട്ടർഫോളിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെയാണ് എൻട്രി. ഇവിടുന്ന് ജീപ്പിൽ ഒരു 10 കിലോമീറ്റർ ഓഫ് റോഡ് റൈഡ് പോയി കഴിഞ്ഞാലാണ് നമ്മൾ അബ്ബയിലെത്തുക. അപ്പൊ അടിപൊളിയാണ്. ഇതിലെ ഒരു അനുഭവമാണ്. 590 രൂപയാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് റേറ്റ്.